മാതൃഭൂമിയും മനോരമയും ഒക്കെ ഇന്ന് പ്രസിദ്ധപ്പെടുത്തിയ ഒരു വാർത്ത കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതായത് ജയിലിൽ കിടക്കുന്ന നമ്മുടെ ജയിൽ പുള്ളികളുണ്ടല്ലോ, തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ, അവർക്ക് വാടക കൊടുക്കണ്ട. കാരണം ഫ്രീ ആയിട്ടുള്ള അക്കോമഡേഷൻ, ആഹാരത്തിന് പണം കൊടുക്കണ്ട, ഫ്രീ ഫുഡ് എല്ലാം, അതായത് മട്ടൺ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ചേർത്തുള്ള ആഹാരം. ആഴ്ചയിൽ ഇത്ര ദിവസം മട്ടൺ, ഇത്ര ദിവസം ചിക്കൻ, ഇങ്ങനെ ആ രീതിയിലാണ് എല്ലാ ആഹാരവും. മീന്, ഇത് മുഴുവനുണ്ട്. സാധാരണ ഒരാൾക്ക് വെളിയിൽ കഴിക്കുന്ന ഫുഡിനെക്കാളും നല്ല ആഹാരമാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേറെ അവർക്ക് യാതൊരു ചിലവുമില്ല. അവർക്ക് ഇന്ധന ചിലവ് വേണ്ട, അവർക്ക് പാചകവാതകത്തിൻ്റെ കാശ് ചിലവാക്കണ്ട, അവർക്ക് വേറെ ഒരു പണിയും ചെയ്യാതെ ഒന്നും ചെയ്യണ്ട. ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് 620 രൂപ ദിവസ വേതനം. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇത് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അവർക്ക് കൊടുക്കുന്ന തൊഴിലാളികൾക്കുണ്ടല്ലോ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്നതിലും കൂടുതൽ പണമാണ് ഇവർക്ക് കിട്ടുന്നത്. ആശാ വർക്കർമാർക്ക് അവരുടെ 8000 രൂപ മാസം ഓണറേറിയം കൂടെ കൂട്ടിയാൽ പോലും അവരുടെ പ്രതിദിന വേതനം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇതിൽ നിന്നും 220 രൂപ കുറവാണ്. അതായത് 620 നിന്നും 220 400 രൂപ വരുള്ളൂ അവർക്ക്. അതാണ് കാര്യം. ഇനി ഈ 9 മാസം മുമ്പ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാർ നടപ്പാക്കിയ വേതന വർധനയുണ്ടല്ലോ, അതനുസരിച്ച് കിട്ടുന്ന 369 രൂപയാണ് പ്രതിദിനം. തടവുകാർക്ക് കിട്ടുന്നതിനേക്കാൾ 251 രൂപ കുറവ്. അതായത് ഇതിന് യഥാർത്ഥത്തിൽ ഒരു റെക്കമെൻഡേഷൻ പോയി ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വേതനം ഒന്ന് കൂട്ടണം. അവർക്ക് 230 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പ്രതിദിനം. അതാണ് ഈ 620 ആക്കിയത്. ഇവിടെ ആ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട ആശാ വർക്കർമാർക്ക് അവർക്ക് 1 രൂപ കൂട്ടിക്കൊടുക്കാൻ തയ്യാറാവാതിരുന്ന സർക്കാരാണിത്. അവർ ജോലി ചെയ്തിട്ടാണ് അവർ പണം ചോദിക്കുന്നത്. യവന്മാർ വല്ലവരെയും തല്ലിക്കൊന്ന് വെട്ടിക്കൊന്ന് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് ഒക്കെ ജയിലിൽ പോയി കിടക്കുന്നവന് കൊടുക്കുന്നതാണ് ഡെയിലി ഈ 620 രൂപ കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം. അപ്പോൾ ജയിൽ വകുപ്പിൽ നിന്ന് 230 എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു 350 രൂപ ആക്കണം എന്നുള്ള ഒരു ശുപാർശ പോയി. ആ ശുപാർശ പോയപ്പോൾ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതെടുത്തങ്ങ് വെട്ടി, എന്നിട്ട് 620 രൂപയാക്കി കൊടുത്തു. പണമുണ്ട് ഇവരുടെ കയ്യിൽ. അതിൻ്റെ കാര്യം എന്താണെന്ന് ഇതിൻ്റെ നാളെ നമുക്ക് അവിടെ പോയി കിടക്കേണ്ടതല്ലേ, അപ്പം പണം വേണമല്ലോ, അതാണ് ഉദ്ദേശം. ഇനി അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കൊലക്കേസുകളിലൊക്കെ ശിക്ഷ അനുഭവിക്കുന്നവരും അതുപോലുള്ള കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരും ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ CPM-കാരാണ്. അപ്പോൾ ആ പാർട്ടി സഖാക്കൾക്ക് ജയിലിൽ കിടന്നാൽ ഇപ്പം പാർട്ടിയാണ് ഇവരുടെ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നത്. അതൊന്നും ഒഴിവാക്കിയിട്ട് അതും കൂടെ നമ്മൾ പൊതുജനങ്ങൾ വഹിച്ചോണം. ഇവനൊക്കെ ചെയ്യുന്ന ബലാത്സംഗത്തിനും അതേപോലെ തന്നെ ഈ കൊലപാതകത്തിനുമൊക്കെ 51 വെട്ടി കൊല്ലുന്നവനുമൊക്കെ ഈ 620 രൂപ ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് അടുത്താണ് ഇവന്മാർ കൊടുക്കുന്നത്. അല്ലാതെ ഇവരുടെ ഒന്നും തറവാട്ട് വക ഇന്നല്ല എടുത്തു കൊടുക്കുന്നത്. ഈ 620 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നതെന്ന് നമുക്ക് ആലോചിച്ച് ചോദിക്കുള്ളൂ. തൊഴിലാളികളുടെ മിനിമം വേതനം അതിന് ഓരോരുത്തരുടെയും ഉണ്ട്. അതായത് കയർ തൊഴിലാളികളുടെ മിനിമം വേതനം എന്ന് പറഞ്ഞാൽ എത്ര എന്നറിയ കൊടുത്തേക്ക് 468 രൂപയാണ് ഡെയിലി വേതനം. ഇവർക്ക് 620. ഇനി സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്ക്, സെക്യൂരിറ്റി വർക്കേഴ്സിന്, അവർക്ക് 596 രൂപ, ഇവർക്ക് 620 രൂപ. അവർ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പണമാണ് ഇത്. ഇനി അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ജീവനക്കാർ, കശുവണ്ടി തൊഴിലാളികൾക്ക് 538 രൂപയേ ഉള്ളൂ. പെട്രോൾ പമ്പിലെ ജീവനക്കാർക്ക് 458 രൂപ. ഇങ്ങനെ ഉള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ 620 രൂപ ഈ ജയിലിൽ കിടന്ന് സുഭിക്ഷമായിട്ട് ആഹാരവും കഴിച്ച് അവിടെ മൊബൈലും ഒക്കെ ഉപയോഗിച്ച് എല്ലാ വൃത്തികേടുകളും കാണിച്ച് ജയിൽ അതിർത്തി എടുത്തിട്ട് അടിച്ച് നടക്കുന്നവന്മാർക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് ഇതാണ്. അത് കൊടുക്കണം. കാരണം എന്താണെന്ന് അറിയാം, ഈ രാഷ്ട്രീയക്കാരാണ് അത് ഈ കിടക്കുന്നത് മുഴുവൻ. രാഷ്ട്രീയക്കാരെന്ന് എല്ലാവരെയും അടച്ചു പറയേണ്ട, ഏറ്റവും കൂടുതൽ കിടക്കുന്നത് മാർക്സിസ്റ്റുകാരാണ്, CPM-കാരാണ്. അപ്പോൾ അവർക്ക് ചെലവിന് കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മളെയൊക്കെ സർക്കാർ ഉപയോഗിക്കുന്നത്. നമ്മുടെയൊക്കെ, അതായത് ഇത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പണമല്ലത്. ഈ കൊടുക്കുന്ന പണം നമ്മുടെയൊക്കെ നികുതി പണമാണ്. അത് ആർക്കാ കൊടുക്കേണ്ട? ഇപ്പം ആശാ വർക്കർമാർക്ക് ഈ 620 അല്ല, അവർക്ക് ദിവസം 1000 രൂപ കൊടുത്തെന്ന് പറഞ്ഞാലും എനിക്ക് സന്തോഷമാണ്. കാരണം അവർ ആ സഹോദരിമാർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിൻ്റെ പണമാണ്. ഇത്
വല്ലവൻ്റെയും മണ്ടേ കയറി ആലരെയും വെട്ടി അല്ലെ കുത്തി ഇതുപോലെയൊക്കെ കൊന്ന് അല്ലെ കഴുത്ത് മുറിക്ക് കൊന്ന് ഇതെല്ലാം ചെയ്യുന്നവന്മാർക്ക് കൊടുക്കുന്ന കാശാണ് ഡെയിലി വേതനം 620 രൂപ, ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. പിന്നെ എന്താ വേണം? ഇനി ഈ ആശാവർക്കർമാർ നിങ്ങൾ ഈ തൊഴിലിന് പോകുന്നതിലും നല്ലത് വല്ലവനെയൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് അടിച്ചോ ഇടിച്ചോ ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കണം. അതാണ് നല്ലത്. മോഷണം സ്ഥിര തൊഴിലാക്കിയ ആളുകളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എൻ്റെ അടുത്തൊരു ഒരു 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 കുറ്റവാളി പറഞ്ഞതാണ്. കാരണം അവന് ജയിലിലെ ബാക്കിയുള്ള ആളുകൾ അടിക്കുന്നെന്ന് അവൻ പറഞ്ഞു. ജയിലിൽ പോലും കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും സാറേ? എൻ്റെ അടുത്ത് ചോദിച്ചാൽ കരഞ്ഞുണ്ട്. സംഭവം എന്താ അറിയോ? യവനെ ഞാൻ നോക്കിയപ്പോൾ 14 വർഷം കൊണ്ട് അവൻ ജയിലിൽ കിടക്കുകയാണ്. അതിൻ്റെ കാരണം യവനിപ്പോൾ ഒരു 4 വർഷം അല്ലെ 3 വർഷം തടവ് ശിക്ഷ, 3 വർഷത്തിൽ കൂടി കിട്ടാറില്ല, 3 വർഷം കിട്ടിക്കഴിഞ്ഞാൽ അവനെ വെളിയിലിറങ്ങിയാൽ ഇമ്മീഡിയറ്റ്ലി അവൻ ഏതെങ്കിലും എന്തിനീ ജയിലിൽ കയറാൻ വേണ്ടി പണ്ട് ജഗദീഷ് ശ്രീകുമാർ റോഡിൽ പാവരിച്ച് കിടന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവനെ എന്തെങ്കിലും എടുക്കും, ആരുടെയെങ്കിലും പിടിയും വീഴും. പിടുത്തം അവൻ തന്നെ ആളുകൾ പറഞ്ഞു കൊടുക്കും അവനാന്ന്. ആ രീതിയാണ്. അവൻ ഐഡൻറ്റിറ്റി വെളിവാക്കിക്കൊണ്ട് മോഷ്ടിക്കും. കാരണം അവനകത്ത് കിടക്കണം. അവനിവിടെ നോക്കിയപ്പോൾ അവന് വേറെ ആരുമില്ല. അവൻ പറയുക എനിക്ക് നല്ല ആഹാരം ഇവിടുന്ന് കിട്ടും, പിന്നെ ഇത് പാചകം ചെയ്ത് കൊടുക്കുന്നതിന് അവൻ അടുക്കളയല്ല നിൽക്കുന്നത്, അവന് വേറെ ജോലിയില്ല. അവിടുത്തെ കിച്ചൺ അത് നിൽക്കും. പക്ഷേ അവിടെ ഈ മീൻ കറി കൊടുക്കുമ്പം അത് ആദ്യമൊക്കെ ഉള്ളവർക്ക് മീൻ കിട്ടും, അവസാനം വരുന്നവർക്ക് മുള്ളായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവൻ അടി കിട്ടും, അവന്മാരെടുത്തിട്ട് അടിക്കും. ഇതാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞൻ്റെ അടുത്ത് പറഞ്ഞവരോ എനിക്കറിയാം. ഇതുപോലെ കിടക്കുന്ന മോഷണ കുറ്റത്തിന് ചെറിയ മോഷണം നടത്തി തടവ് ശിക്ഷയും വാങ്ങിച്ച് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവർക്ക് സുഖമാണ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ജയിലധികൃതരുമായിട്ടൊക്കെ നല്ല പരിചയം, കാരണം സ്ഥിരം തടവുകാരാണല്ലോ, അപ്പോൾ നല്ല പരിചയം. ഇതുമെല്ലാം ഇങ്ങനെ ആയി അനുഭവിച്ച് ഇങ്ങനെ സുഖമായിട്ട് കിടക്കുകയാണ് അവന്മാർ. ഇങ്ങനെ കിടക്കുന്നവന്മാരുണ്ട്. ഗോവിന്ദച്ചാമിക്കുമൊക്കെ ഈ 620 രൂപ വെച്ച് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ സങ്കടമാണ്. അതാ സങ്കടമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവർക്കവിടെയൊക്കെ ബുദ്ധിമുട്ട് ജയിലിനകത്ത്. അവർക്ക് ശമ്പളം ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു തുകയായിട്ട് ഇറങ്ങി വീട്ടിൽ പോകും. അതാണ് കാര്യം കേട്ടോ. ഈ നല്ലൊരു ഒരു നീക്കിയിരിപ്പുമായിട്ട് വീട്ടിൽ പോകാം. അതുകൊണ്ട് ഈ വല്ലവനെയും തല്ലിക്കൊല്ലുന്നതായിരിക്കും നല്ലത്. ആശാവർക്കർമാരുടെ ജോലി നിങ്ങൾ കശുവണ്ടി തല്ലാനോ അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പ് പൊളിച്ചെടുക്കാനോ ഇതിനൊന്നും പോകേണ്ട കാര്യമില്ല. അതുപോലെ സെക്യൂരിറ്റി വർക്കേഴ്സായിട്ട് വെയിലും മഴയും കൊണ്ട് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കള്ളന്മാരെ ഭയക്കാതെ നിങ്ങൾക്ക് നേരെ പോയി ജയിലിൽ കിടക്കുന്നത്, അങ്ങനെയുള്ള മാർഗമാണ് നല്ലത്. ഇത് ഭേദം ജയിൽ എന്ന് മനോരമ പറഞ്ഞേക്കുന്നത് എത്രയോ സത്യമാണ്. അതൊന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇത് ഇത്രയും വലിയ തോന്നിവാസം, ഇത് ലൂട്ടിങ് എന്ന് തന്നെ പറയാം. നമ്മുടെയൊക്കെ കീശ കൊള്ളയടിക്കുകയാണ് ഈ സർക്കാർ ഇതുമൂലം ചെയ്യുന്നത്. ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊലപാതകങ്ങൾക്കും വേണ്ടി ഈ നമ്മുടെയൊക്കെ പണം എടുത്ത് കൊടുക്കുക, ഡെയിലി 620 രൂപ വെച്ച്. എന്ത് അഹങ്കാരമാണെന്ന് നോക്കിക്കോളൂ. കാരണം ഇപ്പം കടുമിട്ട് വെട്ടുകയാണ് കാര്യം. ഇപ്പം ഇതിൽ നിന്ന് ഈ ഭരണം കിട്ടത്തില്ല എന്ന ഒരു തോന്നൽ ഇവർക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ എപ്പോഴായാലും സഹാക്കൾക്ക് ഇനി പോരെങ്കിൽ സഹാക്കളെ കൊണ്ട് ഒരുപാട് ആവശ്യം വരുന്ന കാലമാണ്. ഭരണം മാറി വന്നു കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് ദിവസം അടിയാണ്. പിന്നെ അടിയും വഴക്കും ബഹളവും ഉണ്ടാക്കും. കാരണം യവന്മാർക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല, അത് അടങ്ങിയിരുത്തത്തില്ല അവരെ. അന്നേരം പിന്നെ ഉള്ളത് ഇവനൊക്കെ ജയിലിൽ പോയി കിടക്കണം. ആ കിടക്കുമ്പോൾ അവനൊക്കെ ശമ്പളം കൊടുക്കണം നല്ലത്. അതിനുവേണ്ടി ചെയ്യുന്ന പണിയാണിത്. ഇത് ഇത്രയും വലിയ ജനദ്രോഹം ഇത് കണ്ട് തിരിച്ചറിയണം. ഒരു കാരണവശാലും ഇതിൻ്റെയോടൊപ്പം ജനങ്ങൾ നിൽക്കരുത്. അത് തീരുമാനമെടുക്കണം. അതാണ് വേണ്ടത്.